ഫാമിലി ലൈഫിൽ തഖ്വ ഉണ്ടാകണം. അല്ലാഹുവിനെ പേടി വേണം, ആണിനും പെണ്ണിനും റബ്ബിനെ പേടി. ഏത് വിഷയം അങ്ങനെയാണ്. നിസ്കാരം കളാക്കാത്ത ഭർത്താവ് നിസ്കാരം കളാക്കുന്ന ഭർത്താവാണ്. സുബ്ഹാനല്ലാഹ്, കുടുംബ ജീവിതത്തെ ബാധിക്കുമെന്നാണ്. നിസ്കാരം കൃത്യതയില്ലാത്ത ഭാര്യയാണോ അവരുടെ കുടുംബ ജീവിതത്തിന് അത് ബാധിക്കുമെന്നാണ്. തഖ്വ ഉണ്ടാവുക അത് അതിന്റെ ഒരു ബേസ് ആണ്. അത് പറഞ്ഞു. ഇനി സൈക്കോളജിക്കലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഹദീസുകളുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പരിഹാരത്തിന്റെ മറ്റു കാര്യങ്ങൾ? നബി സല്ലല്ലാഹു തഖ്വ അല്ലെങ്കിൽ എന്തുണ്ടായിരുന്നു കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, തഖ്വ ബേസ്മെന്റ് ആണ്. അത് പറഞ്ഞു, അടിത്തറയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി കല്യാണം നടക്കുമ്പോൾ തഖ്വ വേണം. ആഭാസം പാടുള്ളതല്ല. 2.5 കോടി രൂപ ചെലവഴിച്ച കല്യാണം നടത്തി 6 മാസം കൊണ്ട് ഡിവോഴ്സായി എന്ന് പറഞ്ഞൊരു രാജാര് പഴത്ത കാലത്ത് എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. മോളെ കെട്ടിച്ചെടുത്തത് ബിസിനസ് പാർട്ട്ണറുടെ മോനാണ്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ നടന്നു. ഇപ്പൊ ആകെ അസ്വസ്ഥമാണ് ജീവിതം. അതെ, 2.5 കോടി രൂപയാണ് എന്റെ മോളുടെ കല്യാണത്തിന് പൊടിപൊടിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 6 മാസമായില്ല, ഡിവോഴ്സായി ഉസ്താദേ. ബന്ധം അത് ഫ്ലോപ്പായി, പരാജയപ്പെട്ടോള് തിരിച്ചു വീട്ടിലെത്തി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, എന്തേ അങ്ങനെ കാരണം? ഉസ്താദേ, എന്റെ മോള് പറഞ്ഞു, ആരെ കല്യാണം കഴിച്ചാലും അവന്റെ കൂടെ ഞാൻ ഇനി പോകൂല, അവൻ ശരിയല്ല, ഈമാനില്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നവനാണ്, അവിഹിതത്തിന്റെ ആളാണ്, എനിക്ക് ആ വീട്ടിൽ ഇനി നിൽക്കാൻ പറ്റൂല, എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു ഒരു നിലക്കും പലതവണ പിന്തിരിപ്പിക്കാൻ നോക്കി, മോളെ അനുനയിപ്പിക്കാൻ നോക്കി. പക്ഷേ നടന്നില്ല. എന്റെ മോള് പറഞ്ഞു, അവന്റെ കൂടെ ഞാൻ ഇനി പോകൂല വാപ്പാ. സുബ്ഹാനല്ലാഹ്. വലിയ ആർഭാടമായിരുന്നു. പക്ഷെ ഇന്ന് കരയുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. വാപ്പയും ഉമ്മയൊക്കെ മനസ്സിലാക്കുക. അവരാന്റെ മക്കളൊക്കെ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ അല്ലാതെ പേടിക്കാം. മരിച്ച പോലെ കല്യാണപ്പോരാക്കണോ നല്ല ഇതിലർത്ഥം. കുറച്ചൊക്കെ അള്ളാഹുവിനെ പേടിക്കാം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് പച്ചക്ക് ചെയ്യാതിരിക്കുക. അത്ര തന്നെ. ഹറാമായ സംഗതികൾ നടത്താതിരിക്കുക. ഒരു വീട്ടിൽ രസകരമായി ഒരു പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത്, അവിടെ ആണുങ്ങളൊന്നുമില്ല, അവരൊന്ന് ഒപ്പന കളിച്ചു, അതുകൊണ്ട് തെറ്റില്ല. ഒരാണുങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരാണുങ്ങൾ 1-2 ആണുങ്ങൾ ഒരു നല്ല 1-2 പാട്ടുപാടി, അതും തെറ്റില്ല. ഇതല്ലാതെ ഒരു തരം ഇഖ്തിലാത്ത്, ആണും പെണ്ണും കൂടിക്കലർന്ന് ഹറാമും വൃത്തികേടും തോന്നിവാസങ്ങളും മ്യൂസിക്കുകളും വൃത്തികേടുകളും ഒക്കെ അരങ്ങേറാണെങ്കിൽ, പൊന്നാര വാപ്പാരെ ഉമ്മാരെ, നിങ്ങളൊക്കെ നല്ല ജീവിതമാണ് മക്കൾക്ക് ആഗ്രഹിക്കുന്നത്. നാട്ടുകാർ വന്ന് ആസ്വദിച്ചങ്ങ് പോകും. കുടുംബക്കാരും കാരണവരും അമ്മോശനും നാട്ടുകാരും മൊത്തം അങ്ങ് തിരിച്ചു പോകും. നിങ്ങളെ മക്കളെ ജീവിതം കൊള്ളാവും. അത്രയേ ഉള്ളൂ. കുടുംബത്തിൽ ആരെങ്കിലും ഒരാളേക്ക് ഫിത്ന അല്ലെ, ഒരു ആവേശ കമ്മിറ്റി ഒരു അമ്മായി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആവേശ കമ്മിറ്റി അമ്മായിക്കാക്കുണ്ടാവും. ഒരാരെങ്കിലും ഒരാളായിരിക്കും ഇതെല്ലാം ഏറ്റെടുത്തങ്ങ് ചെയ്യുന്നത്. വാപ്പക്കുമ്പക്കും ചില കല്യാണത്തിന് റോൾ ഉണ്ടാവില്ല. പാവങ്ങൾ ഏറ്റവും മുമ്പിൽ ആൾക്കാരെ സ്വീകരിക്കാൻ നിൽക്കുകയായിരിക്കും. പക്ഷെ അതിനകത്ത് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തത് നടന്നാൽ അന്നത്തെ 2 ദിവസം ആസ്വദിച്ച് മുട്ടിപ്പാടി അങ്ങ് പോകും. പക്ഷേ നാട്ടുകാർ തിന്നിട്ട് 4 കുറ്റം പറഞ്ഞിട്ട്, തിന്നിട്ട് നല്ല ഫുഡാന്നൊക്കെ അപ്പം പറയും, പുറത്തെത്തിട്ട് ലോൺ എടുത്തിട്ടാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്, 4 കുറ്റം പറഞ്ഞിട്ട് ജനങ്ങൾ അങ്ങ് പോകും. പലരും അവസാനം അനുഭവിക്കേണ്ടി വരുന്നത് ആരായിരിക്കും? ആരെ കല്യാണാണോ അവർക്കാണ്. നിബിധങ്ങൾ പറഞ്ഞ കാര്യമല്ലേ ഇത്? ഒരു വിഷയത്തിൽ ആ വിഷയത്തിന്റെ അതിന്റെ ഒരു മർമ്മം എന്ത്, അവിടെയാണ് അതിന്റെ പ്രോബ്ലം സംഭവിക്കാന്നാണ്. എത്രയോ ഹദീസുകളുണ്ട്, വിശദീകരിക്കാൻ നേരമില്ല. മദീനയിൽ നടന്ന കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നിബിധങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, കല്യാണ ചക്കനും അവിടുത്തെ പെണ്ണിന്റെ ജീവിതം തകരുന്നത് കാണേണ്ടി വരും അപ്പാ. അതുകൊണ്ട് ഒരു സംഗതി ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് പൊരുത്തണ്ടോ? കല്യാണമൊക്കെ അല്ലേ, അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും വേണ്ട. അള്ളാഹുവിന് പൊരുത്തണ്ടോ? ഖലാസ്, അത്രയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്ന് വെച്ച് കല്യാണ വീട് മരിച്ച പോരമാതിരി ആക്കണമെന്നാണോ? അതുമല്ല. ഒരൽപ്പം സന്തോഷവും എന്താ പറയാ, ആളുകൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരൽപ്പ സംഗതികളൊക്കെ അള്ളാഹ്ക്ക് പൊരുത്തുള്ള രൂപത്തിൽ ഉള്ള സംഗതികൾ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാത്തത്, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തത് എന്താ നിങ്ങൾക്ക് അറിയാലോ, അതിലേക്ക് പോകാൻ പാടുള്ളതല്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഒരു സംഗതി ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് പൊരുത്തണ്ടോ? ഇത് കല്യാണം, അതിന് ശേഷമൊക്കെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട നിമിതങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സാധാരണ ആളുകൾ പലതിനും കല്യാണം കഴിക്കും. സ്വത്ത് കിട്ടാൻ കല്യാണം കഴിക്കുന്നവരുണ്ട്, തറവാടിത്തം വിചാരിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, പലതും വിചാരിച്ച് കല്യാണം കഴിക്കും, സൗന്ദര്യം കൊതിച്ച് കല്യാണം കഴിക്കും. പക്ഷേ നിങ്ങൾ ദീനുണ്ടോന്ന് നോക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദീനിന് മുൻഗണന കൊടുക്കണോന്നാണ്.
ദീനുണ്ടോ നോക്ക്. അത് വളരെ സീരിയസ് ആണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. ഹബീബിന്റെ ജീവിതം ഭയങ്കര രസകരമായിരുന്നു. നബി തങ്ങൾ ആദ്യം കല്യാണം കഴിക്കുന്നത് ഖദീജ ബീവിനെയാണ് റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ കല്യാണം കഴിച്ചത് നമ്മളെക്കാൾ, ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമ അവളും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ സുബ്ഹാനല്ലാഹ് എത്ര വയസ്സ് വ്യത്യാസം ഉണ്ടാവും? 5 വയസ്സ് വ്യത്യാസം ഉണ്ടാവും, 10 വയസ്സ് വ്യത്യാസം ഉണ്ടാവും. പ്രായമുള്ള ആളുകളൊക്കെ ആണ് ഭാര്യയായിട്ട് 10-12 വയസ്സൊക്കെ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ മാതാവും പിതാവും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും തമ്മിൽ വയസ്സിന്റെ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത് 15 വയസ്സ് കൂടുതലുള്ള ഒരു ഉമ്മനെയാണ്, ഉമ്മായെയാണ്. വീജിന അല്ല, കന്യകയായ ഒരു പെണ്ണല്ല. നമ്മിൽ മിക്ക ആളുകളും കല്യാണം കഴിക്കുന്നത് വേറെ കല്യാണം കഴിഞ്ഞ ആളുകളെ ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും ഒരു കന്യകയായ പെൺകുട്ടിയായിരിക്കും ഒരു 99% ഫസ്റ്റിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി കല്യാണം കഴിക്കുന്നത് ഖദീജത്തുൽ കുബ്ര. ഖദീജ ബീവിന്റെ വയസ്സ് അന്ന് 40 വയസ്സല്ലയോ. ബീവി അന്ന് കന്യകയല്ല, ഉമ്മയായിട്ടുണ്ട്. 3 കുട്ടികളുടെ ഉമ്മയാണ്. 2 ഭർത്താക്കന്മാരിലൂടെ ബീവിക്ക് മക്കൾ ജനിച്ചിട്ടുണ്ട്. ആ 2 ഭർത്താക്കന്മാരും മരിച്ചതാണ്. 2 ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയി. അബൂഹാല ആദ്യത്തെ ഭർത്താവിന്റെ പേര്. അവരിൽ 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടികളാണ്. ബീവിക്ക് ആദ്യം ഉണ്ടായത് പെൺകുട്ടികളാണ്. ഹിന്ദ് റളിയല്ലാഹു അൻഹയും ഹാല റളിയല്ലാഹു അൻഹ. ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഹാല റളിയല്ലാഹു അൻഹ. ഇതാണ് ബീവിന്റെ 2 മക്കൾ. 2 കുട്ടികൾ ആദ്യം പ്രസവിച്ചു. അബൂഹാല എന്ന ഉപ്പ മരണപ്പെട്ടു പോയി. ഈ മക്കളുടെ എന്ന് വെച്ചാൽ ഖദീജ ബീവിന്റെ ഭർത്താവ് മരിച്ചു. പിന്നീട് വേറെ 2ാമതും കല്യാണം കഴിച്ചു. ആ ഭർത്താവ് വഫാത്തായി പോയി. അങ്ങനെ 2 ഭർത്താക്കന്മാര് മരിച്ചുപോയ 3 കുട്ടികളുടെ ഉമ്മയായ ബീവിയാണ് ഖദീജ. 40 വയസ്സുള്ള 3 മക്കളെ ഉമ്മയായ 2 ഭർത്താക്കന്മാര് കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാര് മരിച്ചുപോയ വിധവയാണ്. അല്ലാതെ ഒരു ഭർത്താവുമല്ല, 2 ഭർത്താക്കന്മാർ. 2 ഭർത്താക്കന്മാരിലൂടെയും മക്കള്. ആ ബീവിനെയാണ് 25 വയസ്സുള്ള നബിതങ്ങൾ കല്യാണം കഴിക്കുന്നത്. എന്തായിരുന്നു അവരുടെ ലൈഫ്? 25കാരനായ പുണ്യനബി, അന്ന് നബി ആയിട്ടില്ല, നുബുവത്ത് കിട്ടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ബഅദൻ നുബുവ വഖബലൻ നുബുവ, നുബുവത്തിന് ശേഷമുള്ള സംഭവം പറയുമ്പോഴും നുബുവത്തിന് മുമ്പത്തെ സംഭവം പറയുമ്പോൾ ഒക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് യലീഖു ബിഹി, ഹബീബിനോട് ബന്ധിപ്പിക്കുന്നതായ ഏറ്റവും മികച്ച ഔസാഫുകൾ ചേർത്ത് പറയൽ നിർബന്ധമാണ്. അത് വുജൂബാണ് എന്നാണ് ശറഇന്റെ നിയമം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 30ാമത്തെ വയസ്സിൽ ഒരു സംഭവം പറയുകയാണെങ്കിൽ അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാത്രം പറയൽ ദീനിൽ അത് ബഹേടാണ്. അത് പറയാൻ പാടില്ല. മുഹമ്മദ് ജനിച്ചു അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖിന്റെ ജനനം, അങ്ങനെ പറയാൻ ഓപ്ഷൻ ഉള്ളൂ. അതൊക്കെയാണ് ദീനിന്റെ നിയമമാണത്. അലിമീങ്ങളും സൂഫിയാക്കളൊക്കെ പറഞ്ഞു വെച്ച പരിശുദ്ധമായ സ്വഹാബത്ത് കാണിച്ചു തന്നൊരു നിയമമാണ്. അപ്പൊ നബിതങ്ങളുടെ നുബുവത്തിന് മുമ്പത്തെ സംഭവം പറയുമ്പോഴും അള്ളാന്റെ റസൂല് നബിതങ്ങൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വാക്കിൽ പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നുബുവത്തിന് മുമ്പുള്ള സംഭവം പറയുമ്പോൾ നബി ആയിട്ടില്ലല്ലോ, എന്തിനാണ് അങ്ങനെ ചിന്തിക്കേണ്ട. അത് നബിതങ്ങളുടെ ഒരു ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്, അങ്ങനെ പറയാൻ പറ്റൂ. നുബുവത്തിന് മുമ്പത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഖുർആനിൽ വന്ന വാക്കിൽ പോലും നബിതങ്ങൾ എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങേയറ്റത്തെ പരിശുദ്ധമായ വാക്കുകളെ കൊണ്ടാണ് ഖുർആനിൽ പ്രയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്.